അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് പേജ് ലേഔട്ട് എന്ന ഭാഗത്തിനെ കുറിച്ചാണ്. പേജ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ MS വേർഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പേജ് ലേഔട്ടിൽ പറയുന്നത്. അപ്പോൾ പേജ് ലേഔട്ടിലെ പ്രധാനപ്പെട്ട ടൂളുകൾ ഏതൊക്കെയാണെന്നും അതെങ്ങനെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞാനിതിലേക്ക് ഒരു 30 പാരഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ വരുന്നതാണ് മാർജിന്. ഒരു പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ 4 ഭാഗത്തും എത്ര വെച്ച് മാർജിൻ വേണമെന്ന് തീരുമാനിക്കാനാണ് മാർജിൻ യൂസ് ചെയ്യുന്നത്. നോർമൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തും 2.54 സെൻറ്റിമീറ്റർ ആയിരിക്കും മാർജിൻ വരിക. എക്സാമ്പിൾ ടോപ്പ്, അതേപോലെ തന്നെ ബോട്ടം, ലെഫ്റ്റ്, അങ്ങനെ ഓരോ ഭാഗത്തും എത്രയിച്ച വെച്ചിട്ടാണോ മാർജിൻ വന്നിട്ടുള്ളത് അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നാരോ എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും 2.7 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് മാർജിൻ വരുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മാർജിൻ ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിലില്ലാത്തൊരു മാർജിനാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റം മാർജിനിൽ പോയതിന് ശേഷം നമുക്കിതിൻ്റെ 4 ഭാഗത്തേക്കും എത്രയാണോ വേണ്ടത് മാർജിൻ സെറ്റ് ചെയ്യാം. ടോപ്പിൽ എത്ര മാർജിൻ വേണമെന്നും, ലെഫ്റ്റിൽ എത്ര മാർജിൻ വേണമെന്നും, അതേപോലെ ബോട്ടം അടിയിൽ എത്ര മാർജിൻ വേണമെന്നും, റൈറ്റിൽ എത്ര മാർജിൻ വേണ്ടതും, ഇങ്ങനെ 4 ഭാഗത്തും എത്രയാണോ വേണ്ടത് മാർജിൻ വേണ്ടത് അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇതിൽ അഡീഷണലായിട്ട് ഗട്ടർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നമുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഭാഗം വിടണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഗട്ടർ തന്നെ അതിൻ്റെ പൊസിഷൻ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അത് ടോപ്പാണോ അതല്ല ലെഫ്റ്റ് ആണോ വേണ്ടത് അതും നമുക്കിവിടെ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിൽ മാർജിൻ സെറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാനാണ് മാർജിന് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഓറിയൻറ്റേഷൻ. ഒരു പേജ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ പോർട്രേറ്റ് ആണോ, അതായത് നീളത്തിനനുസരിച്ചാണോ അതോ വീതിക്കനുസരിച്ചാണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് പോർട്രേറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ലാൻഡ്സ്കേപ്പ് ആണോ പോർട്രേറ്റിലാണോ ഇത് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഓറിയൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സൈസ്. പ്രിൻറ്റ് ചെയ്യുന്ന പേപ്പർ ഏത് സൈസ് വേണമെന്ന് തീരുമാനിക്കാനാണ് സൈസ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നോർമലി A4 സൈസിലാണ്. ഇനി ഇതല്ല വേറെ ഏത് പേപ്പർ സൈസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സാധാരണ എല്ലാ പ്രിൻ്ററിലും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക A4 ആയിരിക്കും. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കോളംസ്. നമുക്കിത് പ്രിൻറ്റ് ചെയ്യുന്നത് എത്ര കോളായിട്ട് വേണമെന്ന്. 2 കോളം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഡാറ്റാസ് നമുക്കിതുപോലെ 2 കോളായിട്ടായിരിക്കും വരിക. ഇനി 3 കോളാണ് കൊടുക്കണമെങ്കിൽ ഇത് നമുക്കിതിൻ്റെ ഉള്ളിലെ ഡാറ്റ 3 കോളായിട്ടായിരിക്കും വരിക. അങ്ങനെ ഏത് രൂപത്തിലാണോ നമുക്കിതിലേക്ക് കോളംസ് വേണ്ടത് അത് സെറ്റ് ചെയ്യാം. ഇനി വീണ്ടും അത് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് 1 കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്രേക്ക്. എവിടെയാണോ കേഴ്സർ നിൽക്കുന്നത്, അതായത് നമ്മൾ ഈ കേഴ്സർ കൊണ്ടുപോയി വെക്കുന്ന ഭാഗം തൊട്ടിട്ട് നമുക്കിതുപോലെ പുതിയ പേജ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ആ പേജ് ബ്രേക്ക് ചെയ്തത് നമുക്ക് പഴയ രൂപത്തിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്പേസ് അടിച്ചിട്ടത് നോർമൽ പഴയ രൂപത്തിലേക്ക് തന്നെ കൊണ്ടുവരാം. ലൈൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഓരോ ലൈൻസിനും നമുക്കിതുപോലെ കണ്ടിന്യൂ ആയിട്ട് ലൈൻ നമ്പേഴ്സ് ചേർത്ത് കൊടുക്കാനാണ് ലൈൻ നമ്പർ ഉപയോഗിക്കുന്നത്. ഇനി ആ ലൈൻ നമ്പർ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നണ്ണിൽ ക്ലിക്ക് ചെയ്താൽ അത് പോവുകയും ചെയ്യും. ഹൈഫണൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വേർഡ് മുഴുവനായിട്ടും ഇവിടെ എഴുതുമ്പോൾ, എക്സാമ്പിൾ ഫോക്കസ് എന്നുള്ള വേർഡ് മുഴുവനായിട്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും കൊള്ളാത്തതുകൊണ്ട് ചെറിയൊരു ഐഫൺ ഇട്ടിട്ടാണ് നമുക്ക് അടുത്ത ലൈന് തുടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ എവിടെയെങ്കിലും നമുക്ക് ഒരു ലൈൻസിലെ അവസാന വേർഡ് മുഴുവനായിട്ടും കൊള്ളണില്ലെങ്കിൽ അടുത്ത ലൈന് തുടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു ഐഫൺ ചേർത്ത് കൊടുക്കാനാണ് ഹൈഫണൈസേഷൻ യൂസ് ചെയ്യുന്നത്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നണ്ണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ പാരഗ്രാഫ് കുറച്ച് ഇങ്ങോട്ട് നീക്കാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് യൂസ് ചെയ്യുന്നത്. എത്രയാണോ ലെഫ്റ്റ് സൈഡിലേക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നീക്കാം. വീണ്ടും അത് തിരിച്ച് ബാക്കിലോട്ട് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടും കൊണ്ടുവരാം. അതേപോലെ തന്നെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എത്രയാണോ മാർജിൻ വേണ്ടത്, ഇൻഡൻറ്റേഷൻ വേണ്ടത് അത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ അത് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ കുറക്കാവുന്നതാണ്. ഇനി ബിഫോർ എന്ന് പറഞ്ഞാൽ ഒരു പാരഗ്രാഫിൻ്റെ മുമ്പിൽ എത്ര സ്പേസ് വരണമെന്ന് തീരുമാനിക്കാനാണ് ബിഫോർ ഉപയോഗിക്കുന്നത്. അതേപോലെ ആഫ്റ്റർ, ഒരു പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം എത്ര സ്പേസ് വരണമെന്ന് തീരുമാനിക്കാനാണ് ആഫ്റ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരഗ്രാഫിൻ്റെ മുമ്പിലും ആ പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്ര സ്പേസ് വേണമെന്ന് തീരുമാനിക്കാം. പിന്നെ ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ നമ്മൾ ഷേപ്പ്, ഇമേജ്, സ്മാർട്ട് ആർട്ട് എന്നിങ്ങനെ ടൂളുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഒരു ഇമേജോ നമ്മൾ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമായിരിക്കും എന്ത് ചെയ്യാം, ഈ പേജ് ലേഔട്ടിലുള്ള ഇത്രയും ടൂളുകൾ നമുക്ക് ആക്റ്റീവായി വരുന്നത്.